സാധ്യതയില്ല, സാഹചര്യം അനുകൂലമല്ല. അടഞ്ഞ അധ്യായം എന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നുവെങ്കിൽ അത് പാർട്ടി ചർച്ച ചെയ്യും. പാർട്ടി തിരിച്ചെടുക്കണമെന്ന് താങ്കൾക്ക് ഉൾപ്പെടെ കത്ത് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. പരിഗണിക്കപ്പെടാമെന്നുള്ളതാണ്. അത് ഈ ഇലക്ഷൻ ഇപ്പോൾ പരിഗണിക്കപ്പെടാനില്ല. അങ്ങനെ ഒരു കത്തൊന്നും എനിക്ക് തന്നിട്ടില്ല. എന്നാൽ പരിഗണിക്കും. അതെന്നാലും പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞാൻ ഒറ്റക്കെടുക്കേണ്ട തീരുമാനമല്ലല്ലോ. ഇതെല്ലാം ഒരു പൊതു പ്രശ്നമാണ്. കോൺഗ്രസ് വികാരത്തെയൊക്കെ വ്രണപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാളെ തിരിച്ചെടുക്കുമ്പോൾ നമുക്കൊന്ന് പാർട്ടി തലത്തിൽ ചർച്ച നടത്തി എല്ലാ ആളുകളെയും അദ്ദേഹം കത്ത് തരുന്നുണ്ടെങ്കിൽ, അപേക്ഷ തരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ലോക്കൽ മണ്ഡലത്തിലാണ് അദ്ദേഹം കൊടുക്കേണ്ടത്. യുഡിഎഫിന്റെ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ശേഷം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ലീഗ് ഇത്തവണ കൂടുതൽ സീറ്റിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട്. ചർച്ചയിൽ കോൺഗ്രസിന് അനുകൂല മനോഭാവമായിരുന്നു, കൂടുതൽ സീറ്റ് അനുവദിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും 18 സീറ്റിൽ തന്നെയാണ് മത്സരിക്കുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചത്? പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. സാധാരണഗതിയിൽ കൂടുതൽ സീറ്റിൽ മത്സരിക്കാൻ ലീഗ് ആഗ്രഹിക്കാറുണ്ട്, കോൺഗ്രസ് ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. ഉഭയകക്ഷി ധാരണയുടെ അടിസ്ഥാനത്തിൽ 18 സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട വാരം വലിയന്നൂരുമായി വെച്ചുമാറി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൽ വലിയൊരു തൃപ്തരാണ്. തൃപ്തരല്ലാതെ എങ്ങനെയാണ് ഇതൊരു ഞാനിവിടെ ഇരിക്കുമോ?